പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2 തിമോത്തിയോസ് 4 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോട് വർദ്ധിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്താണ് കർത്താവ് നമ്മളോട് പറയുന്നത്? നമ്മൾ പലപ്പോഴും വചനത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. എങ്കിലും നമ്മൾ പലപ്പോഴും കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരാണ്. ഈ കെട്ടുകഥ കൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനത്തിലിരിക്കുമ്പോൾ ആ ദൈവവചനം എടുത്ത് നോക്കി വായിക്കുവാൻ നമ്മൾ തുനിയാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടോട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഓടരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനമാണ് ഈ ബൈബിൾ. ഈ വചനത്തിനൊപ്പുറം ഒന്നുമില്ല. ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനം കടന്നു പോകത്തില്ല. ഈ വചനത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ, ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവ് നമുക്കെല്ലാം തരും. കർത്താവിൻ്റെ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ നയനം ഗുരുവിനെ ദർശിക്കണം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുവാൻ. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്വരം കേൾക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം. നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കാം, ദൈവത്തിലായിരിക്കാം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന ചോദിച്ച് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ അറിയുകയും ദൈവമക്കളായി ജീവിക്കുകയും ചെയ്യുവാനുള്ള കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ കുടുംബത്തെ അഗ്നി കൊണ്ട് കത്തി ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ കത്തി ജ്വലിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളുടെ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി അവരെല്ലാം കത്തി ജ്വലിപ്പിച്ച് ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി മാറട്ടെ. യേശുവിന് വേണ്ടി ജീവിക്കുന്ന മക്കളായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകാം. ദൈവം തരുന്ന എല്ലാ നന്മകളും നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഓരോ വ്യക്തികളും വായിച്ച് മനസ്സിലാക്കുവാനുള്ള കൃപയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.